ഐ.ടിയിൽ പല നഗരങ്ങളും വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്നതിന് മുമ്പ് രാജ്യത്ത് തന്നെ ആദ്യത്തെ ഐ.ടി ക്യാമ്പസ് തുറന്നത് തിരുവനന്തപുരത്താണ്. ടെക്നോ പാർക്ക് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇന്ന് 35 വർഷം തികഞ്ഞിരിക്കുന്നു. ഒരു കാലത്ത് കശുമാവ് തിങ്ങി നിറഞ്ഞ വൈദ്യൻകുന്ന് ഇന്ന് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലുതും പരിസ്ഥിതി സൗഹൃദവുമായ ഐ.ടി പാർക്കിന്റെ പെരുമയിലാണ്. സംസ്ഥാനത്തിന്റെ ഐ.ടി കയറ്റുമതിയിൽ സുപ്രധാന പങ്കാണ് ടെക്നോ പാർക്ക് വഹിക്കുന്നത്. 2023-24 നടന്നത് 13,255 കോടി രൂപയുടെ ഐ.ടി കയറ്റുമതി. 2024-25 വർഷം 15% അധിക വളർച്ചയും പ്രതീക്ഷിക്കുന്നു. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലായി 760 ഏക്കറിൽ 12.72 ദശലക്ഷം ചതുരശ്ര അടിയിൽ ഇന്ന് 5 ക്യാമ്പസുകളാണ് പ്രവർത്തിക്കുന്നത്. ഇൻഫോസിസ്, UST, TCS, HCL ടെക്, ആക്സെഞ്ചർ, ടാറ്റ LC, അലയൻസ്, ഗൈഡ് ഹൗസ്, നിസാൻ ഡിജിറ്റൽ, ഒറാക്കിൾ, IBS, ക്വസ്റ്റ് ഗ്ലോബൽ, ടൂൺസ് ആനിമേഷൻ തുടങ്ങിയ ആഗോള സ്ഥാപനങ്ങൾക്കൊപ്പം 500-ലധികം കമ്പനികൾ ഇവിടെ പ്രവർത്തിക്കുന്നു. ഇതിൽ സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളും ഉൾപ്പെടുന്നു. അർമാഡ, ദുബായ് ഇൻഷുറൻസ് തുടങ്ങിയ വിദേശ കമ്പനികൾ അവരുടെ ഇന്ത്യൻ പ്രവർത്തന കേന്ദ്രമായി ടെക്നോ പാർക്കിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. 4 ദശലക്ഷം ചതുരശ്ര അടിയിലധികം വിസ്തീർണത്തിൽ പുതിയ പ്രൊജക്ടുകൾക്കായുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഇപ്പോൾ ഇവിടെ. ഇത് പൂർത്തിയാകുമ്പോൾ സൃഷ്ടിക്കപ്പെടുക 30,000-ലധികം പുതിയ തൊഴിലവസരങ്ങൾ. കൂടുതൽ ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്ററുകൾ ആകർഷിക്കുക എന്നതാണ് ഈ വിപുലീകരണത്തിന്റെ പ്രധാന ലക്ഷ്യം. ടെക്നോ പാർക്കിന് 35 വയസ്സ് പിന്നിടുമ്പോൾ മറ്റൊരു പ്രധാന ചോദ്യം കൂടി ഉയരുന്നുണ്ട്. രാജ്യത്തെ പ്രമുഖ ഐ.ടി ഹബ്ബായി മാറാൻ കേരളം ഇനി എത്ര ദൂരം നടക്കണം? എന്തൊക്കെയാണ് സാധ്യതകൾ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്?